ഗേൾസിന്റെ എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് AFMCയിൽ BSc നഴ്സിംഗിന് ജോയിൻ ചെയ്യുക എന്നുള്ളത്. അതിന്റെ ലാസ്റ്റ് ഡേറ്റ് എപ്പോഴാണ്, എങ്ങനെയൊക്കെയാണ് അതിന്റെ ക്രൈറ്റീരിയ എന്നുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം. AFMCയെ പറ്റി അറിയേണ്ട കാര്യങ്ങൾ. സർ, AFMC +2 പഠിക്കുന്ന ഏതൊരു സ്ത്രീയുടെയും ഏതൊരു പെൺകുട്ടിയുടെയും ഒരു സ്വപ്ന സങ്കല്പമാണ് AFMC. ആർമഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജ്. +2 പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ 50% മാർക്ക് ഉള്ള കുട്ടികൾക്കും നീറ്റ് ക്വാളിഫൈഡ് ആയ കുട്ടികൾക്കും സുഖമായിട്ട് സ്വപ്നം കാണാവുന്ന ഒരു കോഴ്സ്, ഒരു കോളേജാണ് AFMC. ഗേൾസിന് മാത്രം പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആണ് അല്ലേ ഇത്? തികച്ചും സ്ത്രീകൾക്ക് മാത്രം അഡ്മിഷൻ എടുക്കാവുന്ന ഒരു കോളേജാണ്. ടോട്ടൽ 220 സീറ്റാണുള്ളത്. ഈ 220 സീറ്റിലേക്ക് നമുക്ക് OMR, അതായത് ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാംസ് അറ്റൻഡ് ചെയ്ത് അവർക്ക് അതിലേക്ക് സീറ്റ് ഏകദേശം 220 സീറ്റാണ് AFMCയിൽ പൂനെയിലുള്ളത്. അതിന്റെ ക്വാളിഫിക്കേഷൻ നേരത്തെ പറഞ്ഞു, +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഇൻക്ലൂഡിംഗ് ബോട്ടണി ആൻഡ് സുവോളജി 50% മാർക്കും, അതുപോലെ തന്നെ നീറ്റ് എൻട്രൻസ് എക്സാമിനേഷന് ക്വാളിഫൈഡ് ആയിരിക്കണം. നമ്മൾ ഇത്രയും മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് വേറൊരു എക്സാം കൂടി അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമില്ലേ ഇതിനകത്തേക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ? ഇല്ല, AFMCയുടെ സൈറ്റിൽ കയറുന്നു. ഈ 50% മാർക്ക് ഞാൻ പറഞ്ഞില്ല, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അതുപോലെ നീറ്റ് ക്വാളിഫൈഡ് ആണെങ്കിൽ അവർക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഫിസിക്കൽ ഫിറ്റ്നസ് ആയിരിക്കണം, ഹെൽത്തി ഫിറ്റ്നസ് ആയിരിക്കണം. അതുപോലെ തന്നെ അൺമാരീഡ് ആയിരിക്കണം, കല്യാണം കഴിച്ച സ്ത്രീകൾക്ക് പറ്റില്ല. അതുപോലെ തന്നെ വീടിന്റെ അടുത്ത് എനിക്ക് ജോലി ചെയ്യണം, അച്ഛന്റെയും അമ്മയുടെ അടുത്ത് എനിക്ക് വർക്ക് ചെയ്യണം എന്ന് താല്പര്യമുള്ളവരാവരുത്. അതുപോലെ തന്നെ ഡൈവേഴ്സ്ഡായ സ്ത്രീകൾക്ക് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഫിസിക്കലി അവർക്ക് ഹൈറ്റ് ഏകദേശം 160 സെന്റിമീറ്റർ ഹൈറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അപ്ലൈ ചെയ്യാം. നമ്മുടെ എക്സാമിന് ഇത്ര മാർക്ക് ഉണ്ടെങ്കിലും ഒരു ചെക്കപ്പ്, ഫിസിക്കൽ ചെക്കപ്പ് നടത്തിയതിനു ശേഷം മാത്രമാണ് ഇതിനകത്തേക്ക് ഒരു എൻട്രി ഉണ്ടാവുള്ളൂ. അതെ അതെ അതെ. ഈ അവർ പറയുന്ന ക്രൈറ്റീരിയാസിൽ ഒരു ഇമ്പോർട്ടന്റ് ആയ ക്രൈറ്റീരിയ ആണ് ഫിസിക്കൽ ഫിറ്റ്നസും അതുപോലെ തന്നെ ഹെൽത്തി ആയിരിക്കുക എന്നുള്ളതും മറ്റുള്ള ഡിസീസിനൊന്നും അടിമയാവാതിരിക്കുക എന്നുള്ളതും ഹൈറ്റ്, വെയിറ്റ്, അതുപോലെ BMI നോർമൽ ആയിരിക്കണം എന്നുള്ളതും അതുപോലെ തന്നെ പറഞ്ഞ മാർക്കിന്റെ ക്രൈറ്റീരിയ. ഇത് എത്ര വർഷത്തെ കോഴ്സാണ് സർ? BSc നഴ്സിംഗ് ടോട്ടലി 4 വർഷത്തെ കോഴ്സാണ്. ഈ 4 വർഷം കഴിഞ്ഞ് അവിടെ തന്നെ നമുക്ക് ജോലി, ആർമിയിൽ തന്നെ ജോലി എടുക്കുകയും ചെയ്യാം. 14 വർഷം സർവീസ്, 5 വർഷം, പിന്നീട് 5 വർഷം, പിന്നീട് 4 വർഷം, അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകാവുന്നതാണ്. അവർക്ക് മിനിമം അവിടെ തന്നെ ജോയിൻ ചെയ്ത് അവിടെ തന്നെ ജോലി ചെയ്യാം. അത് മാത്രമല്ല, ആ സമയം കൊണ്ട് അവർക്ക് അവരെന്ത് ചെയ്യാൻ പറ്റും, മാക്സിമം ജോയിൻ ചെയ്യാൻ പറ്റും. മാത്രമല്ല, ഇത് പഠിക്കുന്ന സമയത്ത് കംപ്ലീറ്റ്ലി ഫ്രീ അല്ലേ. കോഴ്സ് ഫ്രീ ആണ്, ഹോസ്റ്റൽ ഫ്രീ ആണ്, ഫുഡ് ഫ്രീ ആണ്, എല്ലാം ബുക്സ് ഫ്രീ ആണ്, യൂണിഫോം ഫ്രീ ആണ്. അതെ അതെ, അവർക്ക് ട്രാൻസ്പോർട്ട് അലവൻസ് വരെ ഫ്രീ, ഒരുപാട് അലവൻസുകൾ ഫ്രീ. അതുവേണ്ടി അല്ലേ ഇപ്പോ ആർമിയിൽ ജോലി ചെയ്യാന്നുള്ളത് ഒരു പെൺകുട്ടിയുടെ സ്വപ്നമല്ലേ. അത് പ്രത്യേക ഈ സാഹചര്യത്തിൽ ആർമി നേഴ്സ് ആവുക എന്ന് പറയുന്നത് ഏതൊരു പെൺകുട്ടിയുടെയും സ്വപ്നമാണ്, അഭിമാനവുമാണ്. നമ്മുടെ ഇന്ത്യയുടെ ഒരു ആർമി നേഴ്സ് ആവുക എന്ന് പറയുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ 2 വർഷം ജോലി ചെയ്തു, ഹസ്ബൻഡിന്റെ കൂടെ ഗൾഫിൽ പോകണം. അതുപോലെ തന്നെ എന്റെ അമ്മയുടെ അടുത്തേ ജോലി ചെയ്യുള്ളൂ, എന്റെ വീടിന്റെ അടുത്തേ ജോലി ചെയ്യുള്ളൂ. ആർമി നേഴ്സ് ആകുമ്പോൾ വീടിന്റെ അടുത്തുള്ള അങ്ങനത്തെ സ്ഥലത്തൊന്നും ജോലി കിട്ടില്ല. അപ്പൊ അങ്ങനത്തെ ആളുകളെ വരാതിരിക്കുന്നതാണ് നല്ലൊരു കോഴ്സിലേക്ക്. ഇതിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, നോട്ടിഫിക്കേഷൻ ഓൾറെഡി വന്നതാണ്. ലാസ്റ്റ് ഡേറ്റ് നാളെയാണ്. ആ ലാസ്റ്റ് ഡേറ്റോട് കൂടി നമ്മൾ കംപ്ലീറ്റ് സബ്മിറ്റ് ചെയ്യണം, എല്ലാ ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്യുക. പിന്നീട് അതിന്റെ എക്സാം ഡീറ്റെയിൽസ് ഇന്നും നാളെയും കൂടിയാണ്. ഈ വീഡിയോ കാണുന്ന ആളുകൾ മാക്സിമം ഷെയർ ചെയ്യുക. ഇന്നും നാളെയും കൂടെ മാത്രമേ അതിന്റെ ഡേറ്റ് ഉള്ളൂ, പെട്ടെന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ പിന്നെ 7-ാം തീയതി ആയിരുന്നു, ചിലപ്പോൾ 8-ാം തീയതിക്ക് പോസ്റ്റ്പോൺ ചെയ്യും. അതിന് മേലോട്ട് ഉണ്ടാവില്ല. അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ സബ്മിറ്റ് ചെയ്യാം. അപ്പൊ അതിന്റെ എക്സാംസും അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളും അവർക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. സിലബസ് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയിലെ +1, +2 കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഉണ്ട്, സിലബസുകളുണ്ട്. ഫിസിക്സ്, കെമിസ്ട്രി, അതുപോലെ തന്നെ ബയോളജിയിലെ +1-ലും +2-ലും പഠിക്കുന്ന ചാപ്റ്റേഴ്സ് ആയിരിക്കും സിലബസ് ആയിട്ട് വരും. ആ ഭാഗങ്ങൾ നമ്മൾ പ്രിപ്പയർ ചെയ്ത് അല്ലെങ്കിൽ നീറ്റിന് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ആ മാർക്ക് അല്ലെങ്കിൽ +2-ന്റെ മാർക്ക് വേറെ എക്സ്ട്രാ ആയിട്ട് എക്സാം അവർ കണ്ടക്ട് ചെയ്യും. അതെ, അത്രേ ഉള്ളൂ. OMR ടൈപ്പ് എക്സാംസ് ആണ്, സുഖമാണ്. മാത്രമല്ല മിലിറ്ററി ഇത് കൂടാതെ എക്സ്ട്രാ ഒരു OMR എക്സാം കൂടി അറ്റൻഡ് ചെയ്യും. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. മാത്രമല്ല, ഇത് മിലിറ്ററി നേഴ്സ് ആയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, എല്ലാത്തിനും ലൈഫിനൊരു ചിട്ടയുണ്ടാവും. രാവിലെ 5 മണി മുതൽ ഒരു 10 മണിയാകുമ്പോഴേക്കും അവർ എല്ലാ വർക്കും കഴിഞ്ഞിട്ടുണ്ടാവും. മിലിറ്ററി നേഴ്സ് ആയി കഴിഞ്ഞാൽ തന്നെ ലൈഫ് മൊത്തം ഓർഡറായി, ഹെൽത്തി ഉള്ള ഹാബിറ്റ് ആയി ലൈഫ് ലോങ് ജീവിക്കാൻ പറ്റുന്ന ഏണിങ്ങും അതുപോലെ തന്നെ മറ്റുള്ള ആളുകൾക്കിടയിൽ ഒരു ഡിഗ്നിറ്റിയും എല്ലാം. +2 കഴിഞ്ഞ 4 വർഷത്തെ കോഴ്സ് കഴിയുമ്പോഴേക്കും നമ്മൾ 14 വർഷം സർവീസ് കൂടി ആകുമ്പോൾ
ബാക്കിയുള്ളവരും ഏൺ ചെയ്യാൻ തുടങ്ങുന്ന സമയം വരെ നമുക്ക് സെറ്റിൽ ആവാൻ പറ്റും. അതാണ് ഈ നമുക്ക് വേണമെങ്കിൽ വേറെ ജോലിയിൽ വേണമെങ്കിൽ അതും ചെയ്യാം, അത് കഴിഞ്ഞ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അവർക്ക് ടൈം ഉണ്ടെങ്കിൽ അത് വേറെ ജോലിയോ അല്ലെങ്കിൽ മറ്റുള്ള നമുക്കൊരു ലൈഫ് സെറ്റിൽ ചെയ്ത് കിട്ടുന്നത്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ്. മാത്രമല്ല നമുക്ക് ഏറ്റവും അംഗീകാരമുള്ള ഒരു കോഴ്സാണ്, ജോലിയായിരിക്കും, എല്ലാം കൊണ്ടും നമ്മളൊരു രാജ്യത്തിനുള്ള കടമയാണ്. മനസ്സിലായി തോന്നുന്നു. അപ്പൊ സാറ് പറഞ്ഞ പോലെ ഇന്നും നാളെയുമാണ് ഇത് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ്. അപ്പൊ എല്ലാവരും ജോയിൻ ചെയ്യുക, അപ്ലൈ ചെയ്യുക. ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും കിട്ടട്ടെ. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു.